നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പാങ്ക്രിയാറ്റൈറ്റിസ് എന്നുള്ളൊരു അസുഖത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ സീനിയർ ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർ രഞ്ജിത്ത് ഹരിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സർ, ഈ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം എന്താണെന്നൊന്ന് വിശദീകരിക്കുമോ? മലയാളത്തിൽ ഈ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തെ എന്തെന്ന് പറയും? ഏത് ഗ്രന്ഥിക്ക് വരുന്ന അസുഖമാണിത്? ഈ ആഗ്നേയ ഗ്രന്ഥി എന്നാണ് പാങ്ക്രിയാസിൻ്റെ മലയാളത്തിലുള്ള തർജ്ജിമ. അപ്പോൾ അത് വയറിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് കുറുകെ ഇരിക്കുന്ന ഒരു അവയവമാണ് പാങ്ക്രിയാസ്. പാങ്ക്രിയാസിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരമായിട്ടാണ്. ഒന്ന്, ഈ ഡയബറ്റിസ് കൺട്രോളിന് വേണ്ടി ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന അവയവം പാങ്ക്രിയാസാണ്. അത് ഒന്ന് മുഖ്യമായിട്ടുള്ളതും. രണ്ടാമത്, നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്നത് രീതിയിലുള്ള ഒരുപാട് ദ്രാവകങ്ങൾ, എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നതും പാങ്ക്രിയാസാണ്. അപ്പോൾ ഇത് രണ്ടും പാങ്ക്രിയാസിൻ്റെ ഫങ്ഷൻസ് ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങൾ വന്നാലും അത് വളരെ ഫ്ലോറിഡായിട്ടുള്ള, വളരെ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുകയും നീർവീക്കം അഥവാ നമ്മൾ ഈ ഇൻഫ്ലമേഷൻ വരുന്ന സാഹചര്യത്തെ തന്നെയാണ് നമ്മൾ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ളത്. ഒന്ന് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസും, രണ്ട് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ്. പെട്ടെന്ന് വരുന്നതും ദീർഘനാൾ വളരെ ഫ്ലോറിഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനോടുകൂടി പെട്ടെന്ന് പ്രകടമാകുന്ന ഒരു നീർക്കൊള്ളിപ്പ് അഥവാ പാങ്ക്രിയാസിൻ്റെ വീക്കത്തിനെയാണ് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. വളരെ നാളുകൊണ്ടുള്ള, വളരെ ഗ്രാജുവലായിട്ടുള്ള, നമ്മൾ അറിയാത്ത രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ചസ് ഓഫ് പാങ്ക്രിയാസിനെയാണ് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെയും ലക്ഷണങ്ങളിൽ സാമ്യതകളുണ്ടാകാം, പക്ഷേ വ്യത്യസ്തമായിട്ടാണ് അത്. ഇത് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടോ ഈ പാങ്ക്രിയാറ്റൈറ്റിസ് വരുന്നത്? എല്ലാ പ്രായക്കാർക്കും വരാവുന്ന ഒരു അസുഖമാണോ യഥാർത്ഥത്തിൽ? അതോ ഒരു മധ്യവയസ്ക് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരിൽ ഈ പാങ്ക്രിയാറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ടോ? എല്ലാ പ്രായക്കാരിലും പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങൾ വരാം, പക്ഷേ തീരെ വളരെ കുഞ്ഞ് പ്രായത്തിലും കുറവാണ് കാണുന്നത്. അപ്പോൾ മധ്യവയസ്കരിലാണ് കൂടുതലായിട്ട് കാണുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് കാരണങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് ഈ പാങ്ക്രിയാറ്റൈറ്റിസ് വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ജനിതകപരമായ കാരണങ്ങൾ ഇത്തരം പാങ്ക്രിയാറ്റൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? കേരളത്തിൽ കാണുന്ന മുഖ്യമായിട്ട് കൂടുതൽ വരുന്ന പാങ്ക്രിയാറ്റൈറ്റിസും എന്ത് തരം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപയോഗങ്ങൾ, ആൽക്കഹോൾ പോലെയുള്ള കൺസംഷൻ കൊണ്ട്, അല്ലെങ്കിൽ ആൽക്കഹോളത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഇത്തരം പാങ്ക്രിയാസ് രോഗങ്ങളെ കൂടുതലാക്കാറുണ്ടോ? ജനിതമായ കാരണങ്ങൾ കൊണ്ട്, ജീൻസിൻ്റെ ട്രാൻസ്മിഷൻ കൊണ്ട് ഉണ്ടാകുന്ന ചില പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ട്. ഇപ്പോൾ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ജീനുകളുണ്ട്. എക്സാമ്പിൾ സ്പിങ്ക് ജീൻ, CFTR ജീൻ, അങ്ങനെയൊക്കെ പറഞ്ഞ ചില ജീനുകളുടെ മ്യൂട്ടേഷൻസ് കാരണം ഉണ്ടാകുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ മദ്യമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുവരുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്. പിന്നെ ഈ ഗോൾ ബ്ലാഡറിൽ ബിലിയറി സ്റ്റോൺസ്, കല്ലുകളുണ്ടായിട്ട് ആ കല്ലുകൾ പാസ് ചെയ്ത് പാങ്ക്രിയാറ്റിക് ഡക്റ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷറിൻ്റെ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ഇൻഫ്ലമേഷനും പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ടാക്കാം. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അസുഖം ഉള്ള ആളാണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാറാണ് പതിവ്. തീർച്ചയായിട്ടും സാർ, ഇത് എങ്ങനെയാണ് സാർ, എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക? എപ്പോഴും വയറിനകത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വയറുവേദനയാണ് ഒരു മുഖ്യ സിംറ്റം എന്ന് കരുതുക. വയറുവേദന അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്? അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിനെ സംബന്ധിച്ചാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ വയറുവേദന തന്നെയാണ് മുഖ്യമായ സിംറ്റം. അപ്പോൾ കല്ലിൻ്റെ വേദനയും അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസിൻ്റെ വേദനയും ഒക്കെ തമ്മിൽ ഇത് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. വയറിൻ്റെ ഈ അവയവങ്ങൾ ഓരോന്നും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ അപ്പൻഡിക്സ് എന്ന് പറയുന്ന പൊക്കിളിന് താഴെ വലതുഭാഗത്ത് കീഴ്ഭാഗത്തായിട്ടാണ് അപ്പൻഡിക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേദന പ്രഡോമിനൻ്റ്ലി അവിടെ ആയിരിക്കും. അതേസമയം പാങ്ക്രിയാസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ മുകളിലോട്ട്, പൊക്കിളിന് മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറുകയാണ് വരുന്നത്. പാങ്ക്രിയാസ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വയറിൻ്റെ പിൻഭാഗത്താണ്. അപ്പോൾ ഈ പാങ്ക്രിയാസ് കാരണമുള്ള വേദന എപ്പിഗാസ്ട്രിയം അഥവാ ഈ ഭാഗത്തായിട്ട് സാധാരണ കാണുകയും ചില സമയങ്ങളിൽ ഇത് ബാക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുകയും ചെയ്യും. അത് ഈ ഞരമ്പുകളുടെ ഒരു റേഡിയേറ്റിംഗ് എഫക്റ്റ് കാരണമാണ് അത് ബാക്ക് പെയിൻ ആയിട്ടത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ മുൻപോട്ട് കുനിഞ്ഞു നിൽക്കുമ്പോൾ ഈ പാങ്ക്രിയാസിൻ്റെ വേദന കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഈ അക്യൂട്ട് പെയിൻ അല്ലാതെ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസിൽ മറ്റുള്ള സിംറ്റംസും വരാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും ഛർദിലായിട്ട്, വയറുവേദനയും ഛർദിലും, അല്ലെങ്കിൽ വയറുവേദനയും പനിയും, ഇങ്ങനത്തെ സിംറ്റംസ് ആയിട്ട് വരാം. ഇതൊക്കെ മൈൽഡ് അറ്റാക്സിലാണ് വരുന്നത്. ഈ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിലും ഇതുപോലെ ഈ അക്യൂട്ട് പെയിൻ ആയിട്ട് തന്നെ വരാറുണ്ടോ? ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിൽ വേദന തന്നെയാണ് മുഖ്യമായ സിംറ്റം. പക്ഷേ വേദന അല്ലാതെ ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹോർമോണുകളുടെ അല്ലെങ്കിൽ എൻസൈമുകളുടെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ചില എഫക്ട്സും കൂടി ഉണ്ട്. സാർ, പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ ടൈപ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ തരം പാങ്ക്രിയാറ്റൈറ്റിസ് നമുക്കുണ്ട്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്, ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ് എന്നുള്ള രണ്ട് മെയിനായിട്ടുള്ള പാങ്ക്രിയാറ്റൈറ്റിസ് കഴിഞ്ഞാൽ പിന്നെ
ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം ഉണ്ടാകുന്ന പാങ്ക്രിയാറ്റിസിനെ ഗോൾ സ്റ്റോൺ പാങ്ക്രിയാറ്റിസ് എന്ന് പറയും. മദ്യപാനം കൊണ്ടുണ്ടാകുന്ന പാങ്ക്രിയാറ്റിസിനെ ആൽക്കഹോളിക് പാങ്ക്രിയാറ്റിസ് എന്ന് പറയും. പിന്നെ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മരുന്നുകൾ നമ്മളിപ്പോൾ സാധാരണ വളരെ പ്രവണതയിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് പോലുള്ള മരുന്ന്, ഇപ്പോൾ ആസ്പിരിൻ, സ്റ്റിറോയിഡ്സ്, ഇപ്പോൾ ചില ലെപ്രസിക്കൊക്കെ യൂസ് ചെയ്യുന്ന ചില മരുന്നുകൾ. അപ്പോൾ ഒരു കോമൺ യൂസിലുള്ള ഒരുപാട് മരുന്നുകൾക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഏതാണ്ട് 120ഓളം മരുന്നുകളുണ്ടെന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ടോക്സിൻസ്, വേറെ ടോക്സിൻസ് നമ്മളിപ്പം ഇതിലില്ലാത്ത ആൽക്കഹോൾ അല്ലാത്ത രീതിയിലുള്ള പല ഗ്ലൂട്ടമേറ്റ്സും അങ്ങനെ ചില ഈ പ്രിസർവേറ്റീവ്സിലൊക്കെ അടങ്ങിയിരിക്കുന്ന ടോക്സിൻസ്, വൈറൽ ഇൻഫെക്ഷൻസ്, ഹെറിഡിറ്ററി പാങ്ക്രിയാറ്റൈറ്റിസ്, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് പാങ്ക്രിയാറ്റൈറ്റിസ്, വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ സാധാരണ കാണുന്ന ഒരു ഡെങ്കു ഫീവർ ആണെങ്കിൽ കൂടിയും അതിന് ഒരു ഡെങ്കു, മംസ് പോലുള്ള ഒരു ഫീവർ, കോക്സാക്കി വൈറസ്, മംസ് വൈറസ്, ഹെർപ്പിസ് വൈറസ്, അപ്പോൾ ഇങ്ങനെ പലതരം ടോക്സിൻസിൻ്റെ എഫക്റ്റായിട്ട് വരുന്ന പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു കാരണമല്ല, ഇതിനൊരു അനേകം കാരണങ്ങളുണ്ട്. പിന്നെ ഈ ഇപ്പം നമ്മുടെ ബ്ലഡിലുണ്ടാകുന്ന ട്രൈഗ്ലിസറൈഡ്സ്, ഇപ്പോൾ ഒരുപാട് പേർക്ക് കൊളസ്ട്രോളിൻ്റെ അളവിലുള്ള വ്യതിയാനവും ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹൈപ്പർ ട്രൈഗ്ലിസറൈഡീമിയ, അവരുടെ ട്രൈഗ്ലിസറൈഡ് നോക്കിക്കഴിഞ്ഞാൽ 1000-ന് മുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിന് ചികിത്സ എന്ന് പറയുന്നത് ആ ട്രൈഗ്ലിസറൈഡിൽ കൺട്രോൾ ചെയ്യുന്നതിനോട്ട് പോകാം. പിന്നെ കാൽഷ്യം ഡിസോർഡേഴ്സ്, ഹൈപ്പർ കാൽസീമിയ, അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളാൽ ഇത് ഉണ്ടാകാം. അതിനെല്ലാം അതാത് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ പേരിൽ അറിയപ്പെടും. അതെല്ലാം ഈ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ. അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്. ക്രോണിക് ആണെങ്കിൽ കോമൺ ആയിട്ട് വരുന്നത് ആൽക്കഹോളിക് പാങ്ക്രിയാറ്റൈറ്റിസ് ആണ്. പിന്നെ അതിലുള്ളത് ഹെറിഡിറ്ററി പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു പാങ്ക്രിയാറ്റൈറ്റിസ് ഉണ്ട്. അത് പരമ്പരാഗതമായി ഇതിൻ്റെ ഫലമായി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ഫാമിലീസിൽ റൺ ചെയ്യുന്ന ഒരു പാങ്ക്രിയാറ്റൈറ്റിസ് ആണ് ക്രോണിക് പാങ്ക്രിയാറ്റൈറ്റിസ്.